ഇങ്ങോട്ട് വന്നേ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ. വലൈക്കും അസ്സലാം. തുടക്കം തന്നെ പിഴച്ചു. അസ്സലാം അലൈക്കും. അസ്സലാം അലൈക്കും. വലൈക്കും അസ്സലാം. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഇൻഷാ അല്ലാഹ്. മാറിക്ക്. ഫക്കീർ സുൽത്താനായാലും തെണ്ടല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ. അസ്സലാം അലൈക്കും. ബാപ്പ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവരെ മാറ്റും. നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല. തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമാ ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. എന്റെ അള്ളോ, ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്റെ അള്ളോ, നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പകയാ ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞല്ലോ കമാലിദിനെ. ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞുമാമതേ, ഇനിയിപ്പൊ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവൻ നായരെ? ഓ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പൊന്നാനിന്ന് പുറപ്പെടാൻ താമസിച്ചു. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അള്ളോ, നീട്ടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കിട്ട് കാണിക്ക്. കല്യാണ വീട്ടിലെ പുയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ശവം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. കാലോ? നോക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ട. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അള്ളോ. സോറി, മെത്രാനെത്തി. കണ്ണനെന്തേ? കണ്ണനല്ല, കമാലുദ്ദീൻ. എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ? ആ, മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണാ, കമാലുദ്ദീനെ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വയ്ക്കുന്നത്. സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാട്രിനും പാസ് ചെയ്യാം. അപ്പൊ 1-നും 2-നും 3-നും പോവാം. വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒര നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ. ബഷീർ വന്നില്ലേ? ഇല്ല. കമാലുദ്ദീനെ കണ്ട? ഇല്ല. ഇതെങ്ങനെ പോയത്? വേറെ കമാലുദ്ദീൻ പുയ്യാപ്പിളയുടെ പേരാ. സുലൈമാനി, ഇങ്ങോട്ട് കണ്ടൊരു കച്ചവടം. നിങ്ങൾ നമ്മൾ എവിടൊക്കെ തപ്പി? എന്താ ഇപ്പോഴേ പൊരേന്റെ ഉള്ളില്? അയ്യോ, തറയാ? മണിയറ കാണാൻ കനാലുദ്ദീൻ. ഇപ്പം മണിയറ കാണാൻ പാടില്ലെന്ന് അറിയില്ലേ? പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിക്കാഹ് ഒന്ന് കയ്യേറ്റ എന്നെ നമ്മൾ അറയിലിട്ട് പൂട്ടും. അവന് മുമ്പ് പൂട്ടാൻ എന്റെ പേടി. എന്താ ഒരു ബെറയില് എലിപ്പനി പിടിച്ച? ഞമ്മക്കൊന്നുമില്ല. നീ പഠിച്ച പിന്നെ വെറുതെ നിൽക്കുമ്പോ ഒരു വിരച്ചിലുണ്ടോന്ന് സംശയം. കണ്ടപൂച്ച കൊറേ ആയിങ്ങനെ ഫോളോ ചെയ്യണേ. കമാലുദ്ദീൻ ഇവിടെ നിൽക്കണ. മെത്രാനെത്തി. മെത്രാനാ? തങ്ങള്. പെങ്ങളല്ല, തങ്ങള്. ആ, ചടങ്ങിന് സമയമായി. വാ 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 വാ. ഇനി എനിക്ക് ബാത്റൂമിൽ പോയാൽ വാടാ. കണ്ണാ, കമാലുദ്ദീൻ
കമാലുദ്ദീനെ ആരാ? നിന്റെ അച്ഛനാ. മത്തായി ഉണ്ട്. സുവിശേഷത്തിന് വന്നാണോ? ആ. ഇപ്പോഴേ ഇത്ര വെപ്രാളമായാലോ? വലിയ ധൈര്യശാലിയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. ആഹാ. രണ്ടുപേരും കൂടിയാണ് ബാത്റൂമിൽ പോയത്. അല്ല, ഒരു വഴിക്ക് പോയപ്പോ ഒരാളും കൂടി ഇരുന്നുള്ളൂ. വന്നോളൂ വന്നോളൂ. അതെ അച്ഛാ, ഈ അല്ലായും കൃഷ്ണനും ക്രിസ്തു എല്ലാം ഒന്നാന്ന് പറഞ്ഞ ശരിയാണോ? ആണെങ്കില് അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ ആശിച്ചു പോവാ. അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്തു പറ്റി? അത് എല്ലാവരും കൊണ്ട് ഇവിടെ നിൽക്കുക. നിക്കാഹിന് സമയമായി. പുതിയ ആപ്പിൾ വന്നാട്ടെ. വരൂ. എന്നെ കൊണ്ടോണു. ഞാൻ ഇവിടെ ഒരാളെ കണ്ട. വാ. അയ്യോ. നീ കണ്ടോ? ആ ഒരു നോക്ക് കണ്ടു. ആകെ കോലം കെട്ടുപോയി എന്റെ മോള്. ഷെയിംഫുൾ. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ? അതേടാ, ഷെയിൻ തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? വിഷമം. ഇവനെന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. എടാ, എടാ, എടാ. എന്ത് 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 ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാരെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഇന്ന് ഞാൻ എടാ റാസ്കൽ തെറ്റിപ്പട്ടി, ചോദിക്കാൻ പറയാൻ ആളില്ലാതെ. അയ്യോ അയ്യോ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട. സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വെസ്ന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസി കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയുന്നത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. അയ്യോ ഞാനല്ല. വീട്ടുകാര് ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ? കലങ്ങി ആരാ കൊടുത്തത്? വാലോർക്ക ഞാനാ. ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ചു. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്താണ്ടാ ഇവിടെ? ഒരുത്തൻ ബാത്റൂമിൽ ഓടിക്കറി. ആരാണ്ടാ ബാത്റൂമിൽ കയറിയത്? അപ്പുറത്തെ കണ്ണനാണെന്ന സംശയം. അയ്യോ അള്ളാഹു ആണ്, ഓനെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. എന്നാ തല കുത്തിയായിരിക്കും വന്നത്. പിന്നെ ആരാടാ ബാത്റൂമിനകത്ത്? ഒട്ടകത്തെ പോലെ വീട് വെച്ചിട്ട് കറങ്ങി കിടക്കണ കണ്ടല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചവിട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടിയത്, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. ആരാണ്ടാ ബാത്റൂമിനകത്ത്? ആരാന്റെ ബാത്റൂമിനകത്ത്? തുറക്കടാ. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കും കേട്ടാ. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. ആരണയില്ലേ? നമ്മടെ സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി.
അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി അയ്യോ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് ബാത്റൂമിൽ നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചട്ടിയാ പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ഭാര്യ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒരാൾ ഒഴിച്ച്. വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും. ഇവന്റെ ചപ്പടാച്ച് ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെക്കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവാ. ഇത് പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ഈ ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ? താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവില്ല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ് എന്താ മൂസൂട്ടി? അല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയിമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയിമല്ലല്ലടാ. അല്ല മുസുട്ടി, അത് ആക്ച്വലി അല്ല മേ ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ